നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കടക്കാം. നാം ചിന്തിക്കുന്ന ഭാഗം ക്രിസ്തു സാക്ഷ്യം അല്ലെങ്കിൽ ക്രിസ്തു ബോധം എന്നൊരു വിഷയമാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ആമേൻ. ക്രിസ്തു സാക്ഷ്യം എന്ന വിഷയം നമ്മളിൽ ക്രിസ്തു ബോധ്യമായി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലായിരിക്കണം എന്നുള്ള ചില കാര്യങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെ ഞാൻ എടുത്തു. മൂന്നാമത്തെ ഒരു ഭാഗത്തിനകത്തേക്ക് വരികയാണ്. എത്ര പേര് ഈ ഭാഗം നന്നായിട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പലരും പല ആഴ്ചകളിലും കാണാത്തത് കൊണ്ട് ആ സന്ദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എങ്കിലും നമ്മുടെ മീഡിയക്കകത്ത് അത് കിടപ്പുണ്ട്. അത് കാണാനും കേൾക്കാനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്തിനാണ് ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാകേണ്ടത്? ക്രിസ്തുവിൽ ഉറപ്പാകണമെങ്കിൽ ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാകണം. ക്രിസ്തു ആരാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായാൽ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പുറത്തു വരുള്ളൂ. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പുറത്തു വരേണ്ടതിനായിട്ട് ക്രിസ്തു ആരാണെന്ന് തന്നെ വെളിപ്പെടുത്തിയ വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു കൊണ്ടുവരുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങൾ ചിന്തിച്ചത് ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാനാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ള ഭാഗവും ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ള 2 ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കൊണ്ടുവന്നത്. ഇതിനകത്ത് ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞതിനകത്തെ അവസാനം വന്ന് നിന്ന പോയിന്റ്, ഞാൻ മാംസമാണെന്നല്ല പറഞ്ഞത്, ഞാൻ രക്തമാണെന്നല്ല പറഞ്ഞത്, ഞാൻ ജീവനും ആത്മാവുമാണ്. ഈ വാക്ക് 2 നിങ്ങൾ മറക്കരുത്. ഞാൻ ജീവനും ആത്മാവുമാണ്. മേരിയന്റെ എന്താണ്? ഞാൻ ജീവനും ആത്മാവുമാണ്. ഇപ്പൊ എവിടെയാണ് ജീവനും ആത്മാവും ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് ജീവനും ആത്മാവും ഇരിക്കുന്നത്. ഈ ഭാഗം മുതൽ തുടങ്ങുമ്പോൾ ഈ ജീവൻ എന്ന വാക്ക് നാം പഠിക്കാൻ പോകുന്ന എല്ലാ വാക്കുകൾക്കകത്തും എല്ലാ ആശയങ്ങൾക്കകത്തും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ഭാഗത്തിനകത്ത് വെളിച്ചം എന്ന വാക്ക് തന്നെ വരുന്നത് ജീവൻ എന്ന വാക്കിൽ നിന്നാണ്. കാരണം മനുഷ്യർക്ക് ജീവൻ വെളിച്ചമായി തീർന്നു എന്നാണ് കാണിക്കുന്നത്. ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായി തീർന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്ന യേശു കർത്താവിനെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നത് ജീവൻ എന്നാണ്. ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായെന്നാണ്. അപ്പം ജീവന്റെ അപ്പത്തിനകത്തു നിന്നാണെങ്കിലും ലോകത്തിന്റെ വെളിച്ചത്തിനകത്തു നിന്നാണെങ്കിലും യേശു തന്നെ കുറിച്ച് പറഞ്ഞ ഭാഗത്തിനകത്തുള്ള വെളിപ്പെടുത്തലിനകത്ത് 2 പദത്തിനകത്തും വെളിപ്പെട്ട് നിൽക്കുന്നത് ജീവൻ എന്ന പദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് യേശു കർത്താവ് ഇങ്ങനെ അത് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്? മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് ജീവനായതുകൊണ്ടും മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ആ ജീവനിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കൃത്യമായി താൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആശയങ്ങൾ തുറന്നു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെയും നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് ഈ പദം വീണ്ടും നമ്മൾ കാണാൻ പറ്റും, ജീവൻ. ഇവിടെ മാത്രമല്ല, ഇനി പഠിക്കാൻ പോകുന്ന ഓരോ ഭാഗങ്ങൾക്കകത്തും, അഥവാ ഇതിപ്പോ 3 ഭാഗമാണ്, ഇനി 4 സ്റ്റെപ്പൂടെ നമ്മൾ കയറുമ്പോഴും അതിനകത്ത് ഏറ്റവും നന്നായി വെളിപ്പെട്ട് ജീവൻ എന്ന വാക്ക് കിടപ്പുണ്ട്. ആമേൻ. ഞാൻ ഇതെല്ലാം ഈ എടുത്തു വരുന്നത് മരണം എന്ന അവസ്ഥ നമ്മളിൽ നിലനിൽക്കുന്നതിനകത്ത്
അത് നിമിത്തമുണ്ടായ നാശങ്ങൾ, അത് നിമിത്തമുണ്ടായ പ്രശ്നങ്ങൾ, അത് നിമിത്തമുണ്ടായ പ്രതികൂലങ്ങൾ നമ്മളിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറിപ്പോകാനാണ്. അതുകൊണ്ട് ഒരു സന്ദേശമായിട്ടല്ല ഇത് കേൾക്കേണ്ടത്, ജീവന്റെ വചനമായിട്ട് തന്നെ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നാമത്തെ വാക്യം കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് തുറന്നു കൊണ്ടുവന്ന് പറഞ്ഞ്, ഇത് പ്രസംഗിച്ചിട്ട് പഠിച്ചിട്ട് നമ്മളിൽ വെളിപ്പെടുവെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് ഓൾറെഡി നമ്മുടെ അകത്തുണ്ട്. ഒരു ആമേൻ പറയാമോ? ആമേൻ. നമുക്ക് ആ വാക്യം ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് വായിച്ചാട്ടെ. ഓർക്കുന്ന വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നിങ്ങൾ സമ്പന്നരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം, നിങ്ങളുടെ ഉള്ളില് ആ ദൈവപുത്രന്റെ ആത്മാവ് വന്നു കഴിഞ്ഞു. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ, നന്നായിട്ട് ഹല്ലേലൂയ പറഞ്ഞു. ഈ ദൈവ ശബ്ദം തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ദൈവ ശബ്ദത്തെ ഹൃദയങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോഴാണ് അന്തരീക്ഷത്തിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ഒരു അന്തരീക്ഷം എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നതായിത്തീരും. ഏലിയ ഒരിക്കല് യാഗപീഠം പറയുമ്പോൾ ആ യാഗപീഠത്തിനകത്ത് വെള്ളമൊക്കെ കോരി ഒഴിക്കുന്ന ഭാഗമുണ്ട്. ഒരു തീ കത്തിക്കാൻ ഒരുങ്ങുവാണ്. എടാ, തീ കത്താനുള്ള സാധ്യതയാണോ വെള്ളം കോരി ഒഴിക്കുക എന്നുള്ളത്? അല്ല, അത് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു അവിടെ താൻ ഒരുക്കി വന്നപ്പോൾ, അവിടെ ദൈവത്തിന് അവിടെ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ താൻ ഒരുക്കി പണിതപ്പോൾ അവിടെ ദൈവത്തിന്റെ തീ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് പകല് ഞാൻ പ്രതീക്ഷിക്കുന്നവരോട്, സ്വീകരിക്കുന്നവരോട്, ഗ്രഹിക്കുന്നവരോട്, ഉൾക്കൊള്ളുന്നവരോട്, മനസ്സിലാക്കുന്നവരോട്, സ്വീകരിക്കാനുള്ള താല്പര്യമുള്ളവരോട്, സ്തോത്രം പറയാൻ താല്പര്യമുള്ളവരോട് ഈ പകല് പറയാൻ താല്പര്യപ്പെടുന്നു, നിങ്ങളുടെ അകത്ത് ഇത് വ്യാപരിച്ചിരിക്കും. ആമേൻ. ഇവിടെ പറഞ്ഞ ക്രിസ്തു സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി, ക്രിസ്തുവിൽ ഉറപ്പായി, ക്രിസ്തു നിമിത്തം സംസാരിക്കേണ്ട ഉച്ചാരണങ്ങൾക്കകത്ത് ഉറപ്പായി, ക്രിസ്തു പരിജ്ഞാനത്തിനകത്ത് ഉറപ്പായി, നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരായി തീരും എന്നത് ഞാനിത് പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ അകത്ത് ദൈവപുത്രന്റെ ആത്മാവുണ്ട് എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. കൃത്യമായി പൗലോസ് അത് കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു സൽമൻ പാസ്റ്റർ ഉള്ളിലിരിപ്പുണ്ട്. നിങ്ങൾ പറ, നിങ്ങളുടെ ഉള്ളില് ഇരിപ്പുണ്ട് ഏതു മനുഷ്യനെയും. ആമേൻ. ഹല്ലേലൂയ. അതിനെ ഞാനെന്നോ, റോസ് എന്നോ, സജിയാൻഡി എന്നോ, ഹല്ലേലൂയ, പത്മയാൻഡി എന്നോ, മോനച്ചൻ എന്നോ, റിങ്കു എന്നോ, ഹല്ലേലൂയ, അജു ബ്രദർ എന്നോ, ജോർജാൻ എന്നോ, ഹല്ലേലൂയ, ആരെന്ന് വ്യത്യാസം ഇല്ല. ആരുടെ ഉള്ളിലും തികഞ്ഞവനാക്കാൻ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന് കഴിയും. പക്ഷേ എന്റെ താഴെ പറയുന്നൊരു വാക്കുണ്ട്, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടുന്നു. പൗലോസിന്റെ അഭിപ്രായം പറയാണ്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, എല്ലാ മനുഷ്യരെ വിശ്വസിക്കപ്പെട്ട എല്ലാവരുടെ അകത്തും ദൈവപുത്രന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. പക്ഷേ അവന്റെ ഉള്ളിൽ ആ വളർച്ച നടക്കുന്നത്, അവന്റെ ഉള്ളിൽ ആ സമ്പന്നതയുടെ വളർച്ച നടക്കുന്നത് അവന്റെ അകത്ത് വന്ന ദൈവപുത്രന്റെ ദൈവാത്മാവിന് അവൻ എത്രത്തോളം വിട്ടുകൊടുക്കുന്നു എന്നനുസരിച്ചാ. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, മുട്ടോളം അല്ല അരയോളം അല്ല. മുട്ടോളം ഇറങ്ങിയവർക്ക് മുട്ടോളം അത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അരയോളം ഇറങ്ങാൻ കഴിഞ്ഞിട്ട് നീന്തിയല്ലാതെ കടപ്പാൻ കഴിയാത്ത രീതിയിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത്രത്തോളം വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചൂടാണെന്ന് പറഞ്ഞ് നമ്മൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ പകുതിയിൽ ലഭിക്കില്ല. ഇന്നലെ പ്രാപിച്ചു എന്ന്, ഇന്നലെ എനിക്ക് കിട്ടിയെന്ന്
ഇന്നലെ ആരാധിച്ചു, ഇന്നലെ എനിക്കുണ്ടായിരുന്നു. നോ 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 നോ, ഇന്ന് പകലുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധനയിൽ നിന്നപ്പോൾ നിന്നെ അകത്ത് ആത്മാവ് വ്യാപരിച്ചോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് വന്നോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇന്ന് പകൽ അവന് നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇന്ന് പകൽ അവനെ ആരാധിക്കാൻ എനിക്ക് മനസ്സ് ലഭ്യമായോ എന്നുള്ളത് ചോദ്യമാണ്. ആമേൻ. ആ ചോദ്യത്തിനെല്ലാം യെസ് എന്ന് ആൻസർ പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവപുത്രന്റെ ആത്മാവുള്ളത് കൊണ്ട് ഏതു സമയത്തും ഈ വളർച്ചയുടെ സാധ്യത ഉണ്ട്. ആമേൻ, ആമേൻ. ഇനി അത് ഞായറാഴ്ച ഇരിക്കുമ്പോൾ മാത്രമല്ല, വീട്ടിലിരുന്നാലും അതിനുള്ള സാധ്യത വളരെയാണ്. അതിനുള്ള സാധ്യത നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നോ അപ്പോൾ മുതൽ ദൈവാത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ആരാധനയുടെ ഈ നിമിഷത്തിൽ നമ്മുടെ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ അവനൊന്ന് ശക്തിയോടെ പ്രവർത്തിക്കണം. ഇത് സത്യമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ശക്തിയോടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രവർത്തനം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ തുടങ്ങിയവൻ അവനെ നോക്കി പറയാൻ വിളിക്കുന്ന അവനെ നോക്കി നമുക്ക് ഇങ്ങനെ വിളിക്കാം, അവൻ അൺലിമിറ്റഡ് ആണ്. അവൻ പരിധികൾക്കകത്ത് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ഈ അഭിഷേകം വന്നവർ കാണിച്ചു കൂട്ടിക്ക കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാര് ഹല്ലേലൂയ സ്വന്തം ദേശത്തെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ കുറുക്കന്മാരെ വരെ പിടിച്ച് വാല് തമ്മിൽ കെട്ടി പന്തം കത്തിച്ച് ഇറക്കി വിട്ട നായകന്മാരുണ്ട്. ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും ഹല്ലേലൂയ, എന്ത് കിട്ടിയാലും അവർക്കത് ആയുധമായിരുന്നു. ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും അവർക്കത് ആയുധമായിരുന്നു. ഇന്ന് പകൽ അങ്ങനെ അഭിഷേകം അകത്ത് വസിക്കുന്ന ഒരു ജനമാണ് നിങ്ങളെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് ശക്തിയോടെ ഉണ്ടായിരിക്കണം. ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞങ്ങളെ അങ്ങ് വിളിച്ചപ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ തന്നെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കമോൺ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കയറുക. ഹല്ലേലൂയ. നിങ്ങൾ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾ പരിധികൾക്കകത്ത് നിൽക്കേണ്ടവരല്ല. എല്ലാ പരിധികളും പൊളിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകല് ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ എന്നെ ക്രിസ്തുവിൽ സമ്പന്നനാക്കി മാറ്റിയ ദൈവപുത്രന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവപുത്രന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ദൈവപുത്രന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. അവനിലുള്ളത് എൻ്റെ ഉള്ളിൽ തുറക്കുകയാണ്. അവനിലുള്ളതെല്ലാം എൻ്റെ ഉള്ളിൽ തുറക്കുകയാണ്. അവൻ്റെ ഉള്ളിലുള്ളതെല്ലാം എൻ്റെ ഉള്ളിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. നിന്നിലുള്ള ബലഹീനതകളല്ല നിന്നിൽ വെളിപ്പെടേണ്ടത്. നിന്നിലുള്ള ബലഹീനതകൾ മാറുകയും അവനിലുള്ള സമ്പത്ത് നിന്നിൽ വെളിപ്പെടുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു ഡെലിവറൻസിലേക്ക് സഭയെ ദൈവം കൊണ്ടെത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ പരിമിതി അല്ല നിങ്ങളിൽ വെളിപ്പെടേണ്ടത്. ക്രിസ്തുവിലുള്ള തികവുകൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. ക്രിസ്തുവിലുള്ള ജ്ഞാനം നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. ക്രിസ്തുവിലുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ക്രിസ്തു നിന്നതുപോലെ തന്നെയാണ് നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എങ്ങനെയാണോ ഭൂമിയിൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ വലുത് അവൻ്റെ ആത്മാവിനാൽ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ മേൽ നിയോഗമിട്ടിരിക്കുന്നത്. ഈ പകൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ശുശ്രൂഷയുടെ, എൻ്റെ പ്രദേശത്ത് ദൈവം എന്നെ അങ്ങനെ നിർത്തുമ്പോൾ അതിന് ഒരു മാറ്റ് കുറയാനല്ല, ഒരു മാറ്റ് പുറകോട്ട് പോകാനല്ല, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ പ്രദർശനമായി മാറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഈ പകൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആത്മാവെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ, ഞങ്ങൾ ചെയ്യുന്നതോ പറയുന്നതോ ഒന്നും അല്ല, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവരറിയാത്ത ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ നിന്നതുപോലെ ഞങ്ങളുടെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്നറിയാം. അതിൻ്റെ ബലത്തോടെ വെളിപ്പെടാൻ, ഹല്ലേലൂയ, ആ ബലത്തോടെ അത് വെളിപ്പെടാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ശിംശോൻ എന്ന പരാക്രമശാലിയുടെ പ്രത്യേകത എന്നു ചോദിച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞ ആശയം അനുസരിച്ച് മറ്റാർക്കും പുള്ളിയുടെ ശക്തി അറിയത്തില്ല, പുള്ളിക്കാരന് പുള്ളിയുടെ ശക്തി അറിയാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം, നമ്മുടെ ശക്തി നമുക്കറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര ചിന്തിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ അല്ലേ, ഈ ഇരുട്ടെന്ന വാക്കിന്റെ അർത്ഥമാണ് അജ്ഞത. എന്നാണ്? അറിവില്ലായ്മ. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് എവിടെയോ പറഞ്ഞു വിട്ടു. അജ്ഞത, അറിവില്ലായ്മ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന അവസ്ഥ. എപ്പോഴും ഈ ഒരു ഇരുട്ടിൽ, അജ്ഞതയ്ക്കകത്ത് നമ്മളെ നിർത്തുക എന്നുള്ളതാണ് സീറ്റന്റെ ആഗ്രഹം. എങ്ങാനും നീ വെളിച്ചത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ സംഭവിക്കും. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ഏതെങ്കിലും ഒരു ശബ്ദം അംശത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കും എന്നത് പുള്ളിക്കാരൻ അറിയാവുന്നത് കൊണ്ട് അജ്ഞതയ്ക്കകത്തിട്ട് കളയും. നീ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് സാത്താൻ അറിയാം. നിങ്ങൾ ഇറങ്ങി നിന്ന് വല്ലതൊക്കെ പറഞ്ഞാൽ, ആമേൻ, ആമേൻ. ഞാൻ ഇന്ന് രാവിലെ ഒരു പള്ളിയിലച്ഛന്റെ സാക്ഷി കണ്ട. പുള്ളി ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കാൻ നേരത്ത് ആന്ധ്രയില് നേഴ്സിംഗ് ആയിട്ട് പഠിക്കാൻ പോയ ഒരു കൊച്ച്, അവൻ കൂട്ടുകാരുമായി ഓജോ ബോർഡ് അറിയാലോ, അത് ഫസ്റ്റ് തുടങ്ങി. അതിൽ നിൽക്കാത്തതിന്റെ ഭാഗമായിട്ട് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. അങ്ങനെ പോയി സെയ്റ്റനിക്ക് ആരാധനയ്ക്കകത്തേക്ക് പോയി. അങ്ങനെ സെയ്റ്റനിക്ക് ബൈബിൾ അവര് കൈ മേടിച്ചു, അവരുടെ മറ്റു പുസ്തകങ്ങൾ മേടിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ അദ്ദേഹത്തെ ആ പയ്യനോട് സംസാരിക്കുമ്പോൾ എനിക്ക് അവൻ പറഞ്ഞു, ഞാൻ ഷർട്ട് ഇടാൻ മറക്കും, ഞാൻ ആഹാരം കഴിക്കാൻ മറക്കും, പക്ഷെ ഈ പുസ്തകം എന്നിൽ നിന്ന് മാറത്തില്ല, എപ്പോഴും എന്റെ രംഗത്ത് ആ പുസ്തകം ഉണ്ടാവും. ബോധം വന്നപ്പം ട്രെയിനിൽ വെച്ച് ഈ പയ്യനെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ തയ്യാറായപ്പോ, പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോ അച്ഛൻ കൈ വെക്കാൻ നേരത്തെ അച്ഛന്റെ കൈ പൊള്ളുക. അപ്പം അച്ഛൻ ചോദിച്ചാണ്, മോനെ നിനക്ക് എന്നാ പറ്റി, നിനക്ക് എന്നാ പ്രശ്നം എന്നാ? അപ്പം അപ്പോഴാണ് ഇവൻ ഇതെല്ലാം തുറന്നു പറയുന്നത്. അവനിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പം അവന് നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. അച്ഛനോട് ചോദിച്ചു സഹായിക്കാവോ എന്ന് ചോദിച്ചപ്പം അച്ഛന് സത്യത്തെ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛൻ ഇവൻ എന്താണോ ചെയ്ത ആ രീതിയിൽ തന്നെ തിരിച്ചു ചെയ്യാൻ തുടങ്ങി. ബൈബിൾ എടുത്ത് അവന്റെ ചങ്കത്തോട് അടുപ്പിച്ച് വെച്ചിട്ട് കൂടെ നിൽക്കുന്നവരോടെല്ലാം പറഞ്ഞു കർത്താവിനെ സ്തുതിച്ചോളാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവന്റെ തലയിലിട്ട് കൈ വെച്ചിട്ട് ഡെലിവറൻസ് പ്രാർത്ഥന അങ്ങ് ചൊല്ലിക്കൊടുത്തു. പെട്ടെന്ന് അവൻ ഷിവർ ചെയ്ത് താഴെ വീഴുവാനിടയായിട്ട് പിന്നീട് അവൻ എഴുന്നേറ്റ് വന്നപ്പം അവന് ഭയങ്കര വ്യത്യാസം ഉണ്ടായി. അവന്റെ മുഖത്ത് തന്നെ വ്യത്യാസം. ഇന്ന് ഞാൻ രാവിലെ കേട്ടതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഈ ഇരുളിലേക്ക്, വിശ്വാസത്തിൽ നിന്ന ഒരു പയ്യനാണ്, അവന് ഇരുളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അവൻ ഭയങ്കര ഇരുണ്ട് പോയി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവിൽ വിളികേട്ട് പുറത്തു വന്നവരെല്ലാം കർത്താവിന്റെ വെളിച്ചത്തിലേക്കും കർത്താവിന്റെ വിടുതലിലേക്കും കയറിക്കൊണ്ടേയിരിക്കണം.
ആമേൻ. ഇന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് ഭയങ്കര കുഴപ്പമാണ്. ഇന്ന് ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചില്ല, നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം അല്ലേ പ്രാർത്ഥിച്ചില്ലേ, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ, കൃത്യം അടുത്ത ദിവസം പ്രാർത്ഥിക്കുന്ന നേരത്തെ ഈ പ്രശ്നം വീണ്ടും ഉണ്ടാവും. അല്ലെ, റെഗുലറായി ചർച്ച വരാത്ത ആൾക്കാരോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ടാണോ വരാത്തെ? അവര് പറയും എല്ലാ ആഴ്ചയിലും അവർക്ക് പ്രശ്നം ഉണ്ടാകും. എന്താണെന്ന് അറിയോ? അവര് വരരുതെന്നുള്ളത് സാത്താന്റെ ആഗ്രഹമായതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ദിവസം അതിനെ അതിക്രമിച്ച് നിങ്ങൾ വന്നു നോക്ക്, എത്ര പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ സഭയിൽ വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഞാൻ ഈ പറഞ്ഞു വന്ന കൂടെ അത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇരുളുകൾക്കകത്തേക്ക് പോകാതിരിക്കുക, അജ്ഞതയ്ക്കകത്തേക്ക് പോകാതിരിക്കുക. ഈ മനുഷ്യന്റെ പ്രത്യേകത, ദേശത്തുള്ളവർക്കല്ല ഇവന്റെ മേൽ ശക്തി ഉണ്ടെന്നറിയാം, പക്ഷെ എന്തുമാത്രം ഉണ്ടെന്നോ എവിടെ ഇരിക്കുന്നതോ എവിടെ ഒളിച്ചിരിക്കുന്നതോ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന അറിയത്തില്ല. പക്ഷെ എപ്പോഴാണോ അദ്ദേഹം തന്റെ ശത്രുക്കളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കേൾക്കുന്നത്, അപ്പൊ താൻ ചാടി എഴുന്നേൽക്കുമ്പോൾ തന്റെ മേൽ ശക്തി വ്യാപരിക്കും. ആമേൻ. അങ്ങനെയുള്ള ഒരു ശക്തി അല്ല സത്യത്തിൽ നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കിട്ടയിലും അടി കൊടുക്കാനുള്ള ശക്തി അല്ല നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമുക്ക് ക്രിസ്തുവിന്റെ ജീവനിൽ വാഴാൻ, നമുക്ക് ക്രിസ്തുവിന്റെ ജീവനിൽ വളരാൻ എപ്പോഴും നമ്മെ സഹായിക്കുന്ന, ജീവിപ്പിക്കുന്ന ആത്മശക്തി നമ്മുടെ അകത്തുണ്ട്. അതിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്, അതിലായിരിക്കണം നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനായിട്ട് തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വാക്യത്തിനകത്തേക്ക് ഞാൻ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിന്റെ 7-8 വാക്യങ്ങൾ, 9 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഫൗണ്ടേഷൻ ഇട്ട്. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഈ വിഷയം സംബന്ധിച്ച് ഒരു 2 മെസ്സേജ് ഞാൻ നേരത്തെ തന്നിട്ടുള്ളതാണ്. പക്ഷെ അവിടെ പറയാതെ പോയ വാക്കിൽ ഒന്ന് ഇതിനകത്തുണ്ട്. അതാണ് നമ്മുടെ സന്ദേശത്തിന്റെ കാതലായി പോകുന്നത്. ഞാൻ വാതിലാകുന്നു. 3-ാമത്തെ യേശു തന്നെ കുറിച്ച് പറഞ്ഞ, കര ഉയർത്തി ഒരു സ്വതം ചെയ്ത്, തന്നെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ഞാൻ വാതിലാണ്. 1-ാമത് പറഞ്ഞ എന്താണ്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 3, ഞാൻ വാതിലാകുന്നു. ഈ ഭാഗത്തിനകത്ത് ഒരു വിഷയോടെ ചേർത്ത് വരുന്നുണ്ട്. അത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ഈ അധ്യായത്തിനകത്ത് തന്നെ വരുന്നത്. ഈ വിഷയത്തോട് തന്നെ ചേർന്നാണ് അത് പഠിക്കേണ്ടത്. എങ്കിലും ഇത് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ യേശു കർത്താവ് ഈ ഭാഗം പറയുമ്പോൾ ഇവിടെ ചില സാഹചര്യങ്ങളുണ്ട്. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ഞാൻ ആമേൻ ആമേൻ. ഈ ആമേൻ ആമേൻ എന്നൊക്കെ എവിടെയെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും. ആമേൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരും എൻ്റെ അടുത്ത് വരുന്നില്ല. നിങ്ങൾ വരാത്തതുകൊണ്ട് അതുകൊണ്ട് തുറക്കാനൊരു മടി.
ഈ അധ്യായത്തിനകത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ അധ്യായത്തിനകത്ത് ഈ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞതിനകത്ത് തന്നെ ശ്രദ്ധിച്ചോ, എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും അത്രേ, അവരുടെ വാക്ക് കേട്ടില്ല. ഈ യേശു കർത്താവ് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, തെറ്റിദ്ധരിച്ചുകൊണ്ടാകരുത് ഈ ഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. ഈ നിങ്ങൾക്കറിയാം, ഈ വാതിലെന്ന് പറഞ്ഞത് തന്നെക്കുറിച്ച് തന്നെ, യേശു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത് ഞാൻ വാതിലാണ്. അപ്പൊ തന്നെ വാതിലെന്ന രീതിയിൽ ഇതിനു മുമ്പ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ വാതിലാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, പിതാവിന്റെ അടുക്കൽ നിന്ന് ശബ്ദം കേട്ടവരായ, പിതാവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ കൈമാറിയ ഒരുപാട് പേര് ഈ ജനത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. യേശു സംസാരിക്കുന്ന ആ ജനം മാത്രമല്ല, വർഷങ്ങൾ കൊണ്ടുള്ള ഒരു കാലകണക്കിനെ വെച്ചിട്ടാ പറയുന്നത്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷെ അവരെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, എനിക്ക് മുൻപേ വന്നവരെല്ലാം ആരാണ്? കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. അപ്പം ഇതിന്റെ അർത്ഥം മറ്റൊരു രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത് ആരൊക്കെയാണോ അവരെയൊക്കെയാണ് കള്ളനും കവർച്ചക്കാരെന്ന് പറഞ്ഞേക്കുന്നത്. യേശു കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നേക്കുന്നു, ഞാനല്ലാതെ മറ്റാരും എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. താനെന്ന വാതിലിലൂടെ, എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? താനെന്ന വാതിലിലൂടെ ഏദനിൽ അടഞ്ഞുപോയ ആദമിന്റെ മനുഷ്യന്റെ യഥാർത്ഥ അവകാശത്തിലേക്ക്, മനുഷ്യനിലേക്ക് അവനെ തിരികെ കൊണ്ടുപോകേണ്ടതിനായിട്ട് ആ ബന്ധം തിരികെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആമേൻ. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഏദനിൽ ഒരു വാതിൽ അടഞ്ഞതായിട്ട് എത്ര പേർക്ക് അറിയാം? ഏദനില് അടഞ്ഞ വാതിൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞതൊരു വാതിലായിരുന്നില്ല. ഏദൻ തുറന്നു കിടന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവരെ അതിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് മനുഷ്യനകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ കെരൂബുകളെ നിർത്തി. യഥാർത്ഥ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ജനത്തിന്, ആ ദൈവത്തിന്റെ മകനായ ആദമിനും ഹവ്വായ്ക്കും തലമുറകൾക്കും ഏദന്റെ ഭംഗിയും ഏദന്റെ സൗന്ദര്യവും ഏദനകത്തെ സർവ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. അതേ സമ്പത്ത് തിരിച്ചനുഭവിക്കാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ, അത് യേശു എന്ന വാതിലാണ്. എത്ര പേര് ആമേൻ പറയും? ഏദനെ തിരികെ അനുഭവിക്കാൻ മനുഷ്യന് ഭൂമിയിൽ ഉള്ള ഒരേ ഒരു വാതിൽ യേശു എന്ന വാതില. എത്ര പേര് ഞാൻ നിങ്ങൾ ആമേൻ പോലും പറയുന്നില്ല? നിങ്ങളുടെ വീട് ഏദനാക്കാൻ പറ്റും, നിങ്ങളുടെ ചർച്ച ഏദനാക്കാൻ പറ്റും, പക്ഷെ മുമ്പിൽ യേശു എന്ന വാതിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വീട് ഏദനല്ല എങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ ചർച്ച ഏദനല്ല എങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒരു വാതിലാണ്. ആ വാതിൽ യേശു എന്ന വാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ഇതിനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവിന്റെ ഏറ്റവും വലിയ സന്ദേശം ഭൂമിയിൽ ഞാൻ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആമേൻ. മോനച്ചൻ കേൾക്കുന്ന, ഭൂമിയിൽ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം ഇന്ന് വരെ ഭൂമിയിൽ തുറന്നു കൊണ്ടുവന്നിട്ടുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളോ ഭരണരീതിയോ സൗന്ദര്യമോ അല്ല. അത് ദൈവരാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്നുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് തുറന്നു വരണം, ആത്മാവിൽ നിന്ന് തുറന്നു വരണം. ആമേൻ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് തുറന്നു വരുന്ന ആ ദൈവരാജ്യത്തെ ദൈവത്തിന് തുറക്കാനുള്ളത് ക്രിസ്തു എന്ന വാതിലിലൂടെയാണ്. ഹല്ലേലൂയ. ഏദനിൽ അടയപ്പെട്ടു പോയ മനുഷ്യന്റെ ദൈവം മനുഷ്യന് കൊടുത്ത സർവത്തെയും തുറക്കുന്ന വാതിൽ യേശുവാണ്. ഞാനൊരു ദൂത് എനിക്ക് അവിടെ നിന്ന് പറയാനുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് ഏദനെ വെളിപ്പെടുത്താൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ആമേൻ. എല്ലാവരുടെയും കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഏദനകത്തുള്ളത് നിന്റെ വീട്ടിൽ വെളിപ്പെടുത്താൻ കർത്താവിന് ആഗ്രഹമുണ്ട്. യേശു എന്ന വാതിലിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോളാം. ഹല്ലേലൂയ. ഏദൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചെറിയ ഒരു അനുഭവമല്ല, ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. ഏദനകത്ത് ഉള്ളതെല്ലാം ദൈവം മനുഷ്യന് വേണ്ടി കൊടുത്തതാണ്. എത്ര പേർക്ക് അറിയാം ആത്മാവിനകത്ത് എനിക്കുള്ളതെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. ആത്മാവിനകത്ത് നിങ്ങൾക്കുള്ള സകലത്തെയും നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം വിളിച്ചു പറയുന്നത്, ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയം തോന്നിയിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിലും തോന്നാത്തത് ഹല്ലേലൂയ ദൈവത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തുറന്നു വരുന്നതല്ല, മറിച്ച് ആത്മാവിന്റെ ശക്തിയാൽ തുറന്നു വരുന്നതാണ്. ഹല്ലേലൂയ. എത്രയും വേഗത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന ശൈലിയും ആത്മാവിനെ അനുവദിക്കാനും തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് ചിലത് തുറന്നു വരും. ആത്മാവിനെ തുറക്കാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. 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 നിങ്ങൾ ജോലി ചെയ്താലേ എല്ലാം തുറന്നു വരുള്ളൂ. ജോലി ചെയ്താൽ തുറന്നതിനേക്കാൾ വലുതാണ് ആത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കാനുള്ളത്. ഹല്ലേലൂയ. ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു പിടിക്കാൻ. ഏദനിൽ അടഞ്ഞു പോയതിനെ ക്രിസ്തുവിൽ തുറക്കാൻ, ദൈവരാജ്യത്തിലൂടെ തുറക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായി. ആ പദ്ധതിയാണ് യേശു കർത്താവിനോട് തുറന്നു വരുന്നത്. ഞാൻ ഒരു ഭാഗം സംസാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ തുറങ്ങുന്നത്. യേശു കർത്താവിന്റെ ഭൂമിയിലുള്ള നിയോഗത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പിതാവിനെ റിവീൽ ചെയ്യുക എന്നുള്ള. പിതാവിനെ വെളിപ്പെടുത്തുന്ന തന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇവിടെ പറഞ്ഞ ആ വാക്കിങ്ങനെയാണ്, എന്റെ മുൻപേ വന്നവരെല്ലാം പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പിതാവിൽ നിന്ന് കേട്ട ശബ്ദം കേട്ട് പറഞ്ഞവരെല്ലാം കള്ളന്മാരാണ്. അവരെല്ലാം പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവതരിപ്പിച്ചത്. ആമേൻ. പക്ഷെ ഇന്ന് പകല് യേശു എന്നൊരു വാതില്, യേശു എന്നുള്ള ശബ്ദം പിതാവിനെ നമ്മുടെ മുമ്പിൽ ശരിയായ രീതിയിൽ തുറന്നുകൊണ്ടുവരിക. ഞാൻ ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ പറയുമ്പോൾ, ഭൂമിയിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷയിലൂടെ പിതാവിന്റെ വെളിപ്പെടുത്തലുകൾ ഭാഗികമായി തുറന്നു കിട്ടിയെങ്കിൽ
എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിനകത്ത് പ്രാർത്ഥനയില്ല അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്ന 1-ാമത്തെ ഭാഗം, പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണം. നിങ്ങളുടെ അകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നിങ്ങളുടെ അകത്ത് നൽകുന്ന ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇച്ചിരി അല്പം കൂടെ കട്ടിയുള്ള ഭാഗമൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ ഇനി അങ്ങനെ അവതരിപ്പിക്കുന്നതാണോന്നും അറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ അകത്ത് ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ പിതാവിനുള്ളതെല്ലാം തുറന്നു കൊണ്ടുവരുന്ന ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പിതാവിന്റെ സ്നേഹം തുറന്നു കൊണ്ടുവരുന്ന ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. എവിടെ? ഏദനിൽ നഷ്ടപ്പെട്ട, ഏദനിൽ അകന്നു പോയ പിതാവിന്റെ യഥാർത്ഥ അപ്പന്റെ സ്നേഹം തുറന്നു കൊണ്ടുവരുന്ന. എഫെസ്യ ലേഖനത്തിന് 1-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സോ നമ്മുടെ ഉള്ളിൽ വന്ന ദൈവപുത്രന്റെ ആത്മാവിനാൽ പിതാവിനെ യഥാർത്ഥമായി നമ്മൾ തിരിച്ചറിയണം. ഞാൻ മുന്നോട്ട് വെച്ച ആശയം ഇതാണ്: പിതാവിലേക്കുള്ള ഡോറ് യേശുവായിരുന്നു. ആമേൻ, ആമേൻ. പിതാവിലേക്ക്, സനീഷയുടെ പിതാവിലേക്കുള്ള ഡോറ് യേശുവാ. ഇപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവപുത്രന്റെ ആത്മാവ് പിതാവിനെ കുറിച്ചുള്ളതെല്ലാം നിങ്ങളുടെ അകത്ത് തുറക്കാൻ മതിയായി നിൽക്കുക. ഞാൻ ഈ പ്രസംഗിക്കുന്ന പോലെ സങ്കീർണതയുള്ളതല്ല. വളരെ സിമ്പിളായി ഒരാൾ ദൈവസന്നിധിയിൽ ദൈവപുത്രന്റെ ആത്മാവിനെ അനുവദിച്ചാൽ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവിലേക്ക് ഏദന്റെ അന്തരീക്ഷത്തിൽ ആദമിന് വേണ്ടി ഏദനിൽ ഇറങ്ങി ചെന്നതുപോലെ നിങ്ങളുടെ അടുക്കലേക്ക് ആ ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. രാമൻ പറയുന്നവർക്ക് ആശ്വാസം. നിങ്ങളുടെ പ്രാർത്ഥനാ റൂമുകൾ ഏദനായി മാറട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ്സ് ഓൾറെഡി ആ ഡോർ തുറക്കപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി ആ ഡോർ നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ആ ഡോർ അടഞ്ഞു കിടക്കുകയല്ല, ആ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു. ആ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു. ആ വാതിൽ തുറന്നത് കൊണ്ട് പിതാവും നീയും തമ്മിലുള്ള ബന്ധം ഇപ്പൊ അകന്ന ഒരു ബന്ധമല്ല, അടുത്തൊരു ബന്ധമാണ്. ഈ 10-ാം അധ്യായത്തിനകത്ത്, 9-ാം അധ്യായത്തിനകത്തും 10-ാം അധ്യായത്തിനകത്തും യേശുവിനെ അറിയത്തില്ല, യേശുവിന്റെ പിതാവിനെ അറിയത്തില്ല, പക്ഷെ മോശനെ അറിയാം. ഒരു കുരുടന്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തില് അവനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സൗഖ്യത്തെ കിഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ചോദ്യം: നിങ്ങൾ എന്തിനാണ്, പരീശന്മാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കാര്യം ചോദിക്കുന്നത്? നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോ? ആരുടെ? യേശുവിന്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോ? അപ്പൊ പറയാ, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല, ഞങ്ങൾക്ക് ആകെ ഒരു ഗുരുവുള്ള, അത് മോശ. ആരാണ്? എന്താണ് അതിന്റെ പിന്നിലെ കാര്യം? നിങ്ങൾ മോശയെ എന്തിനാണ് ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? ഒരു കാരണം, മോശ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന ആളാരാ? യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനോ യേശുവിന്റെ കൂടെ നടക്കാനോ യേശു പറഞ്ഞത് കേൾക്കാനോ യേശുവിലൂടെയുള്ള അത്ഭുതം സ്വീകരിക്കാനോ ഇവർ തയ്യാറല്ല. കുരുടനായ മനുഷ്യന്റെ വെളിപ്പെടുത്തൽ ഇച്ചിരിയുടെ വ്യക്തമാണ്. അവൻ പറയാണ്, നിങ്ങൾക്കറിയാമോ ആളാരാണ്? യേശു ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവര് ഈ ചോദ്യമെല്ലാം ചോദിക്കുന്നത്. അവന്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചപ്പോ അവരും ഉണ്ടായിരുന്നു. ഇവനോട് ചോദിക്കുമ്പോഴാണ്, ഭൂമി ഉണ്ടായത് മുതൽ ഇന്ന് വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കുരുടൻ കണ്ണു തുറന്നത്?
എന്റെ കണ്ണ്, ആ കുരുടനായ എന്റെ കണ്ണ് തുറന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് മനസ്സിലാക്കണ്ടേ. കണ്ണടഞ്ഞിരുന്ന കുരുടനായ മനുഷ്യൻ ഇത് തിരിച്ചറിഞ്ഞു. പക്ഷേ പരീശന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അവർ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കാൻ, നോമ്പ് നോക്കാൻ, ആരാധിക്കാൻ, പഠിക്കാൻ, പ്രത്യേക ഭാഗങ്ങളെ, വെളിപ്പാടുകളെ പഠിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. പക്ഷെ യഥാർത്ഥ വെളിപ്പാടും യഥാർത്ഥ ദൈവമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. ആത്മീയ അന്ധത പിടിച്ചവരായി തീർന്നു. അവരുടെ മുമ്പിൽ യേശു പറയാണ്, എന്റെ മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരും. ഞാൻ വന്നത്, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവരകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നാമത് വെച്ച പോയിന്റ് ഇതായിരുന്നു. പിതാവിലേക്കുള്ള യഥാർത്ഥ ഡോർ എന്ന് പറഞ്ഞത് ഭൂമിയിൽ പിതാവുമായി ബന്ധിപ്പിക്കുന്ന ഡോർ എന്ന് പറയുന്നത് പുത്രനായ കർത്താവാണ്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ തുറന്നു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതിനെ പറ്റിയുള്ള ഒരു കാര്യം പറഞ്ഞു. ദൈവസ്നേഹത്തെ, പിതാവിന്റെ സ്നേഹത്തെ, അല്ലെ, ആശീർവാദം പറയുമ്പോൾ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ലവ് ഓഫ് ഗോഡ്, പിതാവിന്റെ ലവ് നമ്മളിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാരമ്പര്യത്തിനകത്തേക്ക് ചർച്ച കയറുന്നതിന്റെ പിന്നിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം ഇല്ലാതാകുന്ന. അങ്ങനെയല്ല യോഹന്നാൻ വെളിപ്പെടുത്തിയ, നിന്നിൽ സ്നേഹം കുറവായി പോകുന്നു. സ്നേഹം ഇല്ലെന്നല്ല, നിന്റെ ആദ്യ സ്നേഹം ഇപ്പൊ ഇല്ല. ആദ്യ സ്നേഹം ദൈവ സ്നേഹം ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം കണക്റ്റഡ് ആകേണ്ട മേഖല എന്ന് പറയുന്നത് പിതാവിന്റെ സ്നേഹമാണ്. ഇപ്പൊ യേശു എന്ന ഡോറ് നിങ്ങളുടെ മുമ്പിൽ ആദ്യം തുറക്കുമ്പോൾ പിതാവിനെ കുറിച്ചുള്ള ബന്ധം ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സഭയിലുള്ളവരുടെ എല്ലാവരുടെ ഉള്ളില് പിതാവായ ദൈവത്തെ കുറിച്ചുള്ള ബന്ധം ക്ലിയർ ആയിരിക്കണം. ആ ഡോറ് യേശു കർത്താവ്. ഒരിക്കലും യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാ പഠിപ്പിച്ചത്: നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ആരോട് പ്രാർത്ഥിക്കണം? പിതാവിനോട്. എന്ത് ചെയ്യണം? വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അവിടെ ഒരു ബന്ധം ഉടലെടുക്കുകയാണ്. ഏദനിൽ നഷ്ടപ്പെട്ടു പോയ മകനെ ദൈവത്തിന് തിരിച്ചു കിട്ടുന്ന സ്ഥലമാണ് ആ മുറി. ആമേൻ, ഹല്ലേലൂയ. ആ മുറിക്കകത്ത് വെച്ച് യഥാർത്ഥമായി അപ്പന് മകനെ തിരിച്ചു കിട്ടണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പനും മകനുള്ള ബന്ധത്തിലാണ്. അപ്പൻ മകന് ലഭിച്ച ബോധമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തി. അല്ലേ? ഓർക്കുന്നുണ്ടോ? കുട്ടിയനായ പുത്രന് ഉണ്ടായ ബോധം എന്തുവായിരുന്നു? എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേകർ ഇന്ന് അവശേഷിപ്പിക്കുന്നു, ഞാൻ ഇവിടെ ഒന്നുമില്ലായിരിക്കും. ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ഇന്ന് പകല് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഗെറ്റ് റെഡി. അങ്ങനെ ഒരു റൂം നിങ്ങൾക്ക് റെഡിയാകണം. എത്രയും വേഗത്തിൽ
ലവ്, ഫാദറിന്റെ ലവിനകത്തേക്ക് കയറണം. പിതാവിന്റെ സ്നേഹം നിന്റെ അകത്ത് കിട്ടുന്നില്ലെങ്കിൽ നീ മരവിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരികെ വരാൻ, ആ ദൈവസ്നേഹത്തിനകത്തേക്ക് തിരികെ വരാൻ സഭയെ പരിശുദ്ധാത്മാവ് ഈ പകല് സഹായിക്കട്ടെ. പിതാവിന്റെ സ്നേഹം തുറക്കപ്പെടുന്നിടത്ത് പിതാവിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെടുന്നത് നീ കേൾക്കുന്നുണ്ട്, ആ വിളി നിങ്ങളുടെ അകത്ത് കിട്ടുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അകത്ത് അതിനകത്ത് കയറാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും. ഹല്ലേലൂയ. ഈ മുടിയനായ പുത്രന്റെ ഭാഗം തന്നെ ചിന്തിക്കാം. എപ്പോഴേലും അപ്പന്റെ ശബ്ദം അവൻ കേട്ടോ? അവന്റെ അപ്പന്റെ ശബ്ദം അവൻ കേൾക്കുന്നില്ല. പക്ഷെ അപ്പനെ വീട്ടിൽ ഒരാള് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വരും, എല്ലാ ദിവസവും മകനെ പ്രതീക്ഷിക്കുന്ന ഒരു അപ്പനെ കാണാം, അല്ലേ? എല്ലാ ദിവസവും അവൻ മടങ്ങി വരും. നിങ്ങൾ നോക്ക്, നമുക്ക് അവനിലേക്ക് തിരികെപ്പോ അവന്റെ അകത്ത് അവസാനമാണ് അങ്ങനെ ഒരു തീരുമാനം, മടങ്ങിപ്പോക്കിന്റെ തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷെ ഈ അപ്പന്റെ ഉള്ളിൽ എപ്പോഴും എന്തുവാ? അവൻ തിരികെ വരും. നിങ്ങളൊരു ദിവസ കണക്കെടുക്കുക. അവസാന ദിവസത്തിന്റെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ആ മനുഷ്യൻ ആയിരിക്കുമ്പോഴാണ് അവന്റെ മനസ്സിനകത്ത് ആ ബോധം ഉണ്ടാകുന്നത്, എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേകർ തിന്നു ശേഷിക്കും. അപ്പോഴാണ് മടങ്ങിപ്പോകണമെന്നും അപ്പനെ കുറിച്ചും താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എപ്പോഴും എല്ലാ ദിവസവും മകനെ കാത്തിരുന്ന ഒരപ്പന്റെ സ്നേഹം നിങ്ങൾക്ക് മറുപുറത്ത് കാണാൻ കഴിയും. ഇന്ന് പകല് ഞാൻ പറഞ്ഞൊരു ആലോചന സൈലന്റ് ആണ്. നിങ്ങൾക്ക് ഹല്ലേലൂയ വിളിക്കുന്ന അപ്പന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ ഏത് സമയത്തും മടങ്ങി വരുന്ന ഒരു മകനെ പ്രതീക്ഷിച്ച് ദൈവം നിങ്ങളെ ഇരിക്കുകയാണ്. യേശു എന്ന വാതില് നിങ്ങളുടെ മുമ്പിൽ പ്രകടമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി വരാനുള്ള സാധ്യതയും നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഒരിക്കലും യേശു കർത്താവ് ക്രൂശീകരണത്തിന് ശേഷമായി സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പ്രതീക്ഷിക്കുന്ന മറിയ ആ കല്ലറയിലേക്ക് തേടി വന്നത് കണ്ടിട്ട് അവളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനകത്ത് യേശു പറയുന്ന ഭാഗമുണ്ട്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് കയറി പോയിട്ടില്ല. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കലേക്ക് ഞാൻ ഇന്ന് വരെ കയറിപ്പോയിട്ടില്ല. അതുകൊണ്ട് എന്നെ നീ തുടരുത്. അവിടെ പറയുന്ന രണ്ട് പദം ഇതിനു മുമ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. എങ്ങും ഞാൻ എൻ്റേതെന്ന് അവകാശപ്പെട്ട പിതാവിനെയോ ദൈവത്തെയോ നിങ്ങളുടേതെന്ന് ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. പക്ഷെ കാൽവറി കുരിശിൽ യേശു കർത്താവ് തന്നെക്കുറിച്ച് പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെതെന്ന് ഞാൻ അവകാശപ്പെട്ട പിതാവും ദൈവവും നിങ്ങളുടെയും കൂടെ ദൈവമായിരിക്കുക. ഇന്ന് പകല് ഈ ഒരു ഇൻട്രൊഡക്ഷൻ മെസ്സേജിനകത്ത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പിതാവിന്റെ സ്നേഹത്തിനകത്തേക്ക് നിങ്ങൾ കയറി വരണം. യേശു എന്ന വാതില് ഭൂമിയിൽ ആദ്യം തുറന്നത് പിതാവിന്റെ സ്നേഹത്തെയാണ്. പിതാവിന്റെ സ്നേഹം ഒരു മനുഷ്യന്റെ ഉള്ളിൽ തുറക്കപ്പെടുമ്പോഴാണ് അവന്റെ അകത്ത് സകലതും തുറക്കുന്നത്. നിങ്ങൾ എഫെസ്യ ലേഖനം ഹല്ലേലൂയ വായിച്ചു നോക്ക്. എഫെസ്യ ലേഖനം വായിക്കാൻ നേരത്ത് താഴോട്ട് പ്രാർത്ഥന പഠിക്കുമ്പോൾ ഹല്ലേലൂയ ആ വല്ലഭത്വത്തെ കുറിച്ച് അറിയണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവകാശം ഇന്നതെന്ന് അറിയണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വെളിപ്പാടിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പ്രാർത്ഥന പിതാവിന്റെ സ്നേഹം അറിയണമെന്ന് കുറിച്ച്. ആമേൻ. പിതാവിന്റെ സ്നേഹം അറിയാത്തതല്ല അനാഥ പിള്ളേരാ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന വാക്യത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
അനാഥകളായ ഒരു കൂട്ടം വിശ്വാസികളെ ഭൂമിയിൽ അവശേഷിപ്പിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് പുത്രന്റെ ആത്മാവ് വന്നപ്പോഴേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനാൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു. ആത്മാവ് താനും മനുഷ്യാത്മാക്കളോട് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചത്, നിങ്ങൾ പ്രാപിച്ചത് പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് യേശുവിന്റെ അകത്ത് ഇരുന്ന യേശു പിതാവേ എന്ന് വിളിച്ച അതേ ആത്മാവിനെയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശ്രേഷ്ഠത, ആ പദവി, ആ അംഗീകാരം, ആ ധൈര്യം നിങ്ങളുടെ അകത്ത് ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വാതിലാണ്. പിതാവിന്റെ സ്നേഹത്തെ യഥാർത്ഥമായി തുറന്ന വാതില് യേശുവാണ്. മറ്റാരും ആ വാതിൽ അതുപോലെ തുറന്നിട്ടില്ല. ബാക്കി എല്ലാവരും പിതാവിനെ വെളിപ്പെടുത്തിയപ്പോൾ കുലപാതകന്റെ രൂപത്തിൽ മനുഷ്യനെ വെറുക്കുന്ന പിതാവായി, മനുഷ്യനെ കൊല്ലുന്ന പിതാവായി വെളിപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ എന്ന സുവിശേഷത്തിലൂടെയും ലേഖനത്തിലൂടെയും യേശു കർത്താവ് ആ പിതാവിനെ വെളിപ്പെടുത്തിയത് സ്നേഹം എന്നാണ്. ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളില് യഥാർത്ഥ മകന്റെ ക്വാളിറ്റി, യഥാർത്ഥ മകന്റെ അവകാശം കയറി വരട്ടെ. ഹല്ലേലൂയ. കരം ഒന്ന് അടിച്ച്, നിങ്ങളൊന്ന് ഒരു ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി കരം ഒന്ന് അടിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ചേ. എന്നിട്ട് ഇങ്ങനെ കർത്താവിനോട് പറ, കർത്താവേ നിന്റെ സ്നേഹം അനുഭവിക്കാൻ എൻ്റെ അകത്ത് ആ ആത്മാവിനെ തന്നിട്ടുണ്ട്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ച ദൈവം, ഉറങ്ങിക്കളയരുത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം, അപ്പായെ അങ്ങയുടെ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ എന്നെ ഈ ആത്മാവ് ഒന്ന് സഹായിക്കേണ്ടതിനായി ഞാൻ എന്നെ സമർപ്പിക്കും. ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പിതാവെന്ന ദൈവത്തെ അറിയത്തില്ല എന്നുള്ളതായിരുന്നില്ല എൻ്റെ മെസ്സേജിന്റെ പിന്നിലെ കാരണം. എവിടെയൊക്കെയോ ആയിരിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹം കൈമോശം സംഭവിക്കുന്നു. ജോലി മേഖലകളിൽ, പല ബിസിനസ് മേഖലകളിൽ ബിസിയായി മാറുമ്പോൾ പിതാവിന്റെ സ്നേഹം അത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം എവിടെയോ ഒരു അകൽച്ചയുണ്ടാകും. ഏദനിൽ നിന്ന് അകന്നുമാറിയ അകൽച്ച, ഏദനിൽ അടയപ്പെട്ട വാതില് കാരണം അകന്നുപോയ അകൽച്ച, ഏദനിലെ പാപം നിമിത്തം ഉണ്ടായ അകൽച്ച. ആ അകൽച്ചയിൽ നിന്ന് യഥാർത്ഥ സ്നേഹത്തിന്റെ അനുഭവം തിരിച്ചു കിട്ടാൻ ആ വാതില് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. വാതില് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ആ യേശു നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹം, ദൈവസ്നേഹം, പിതാവിന്റെ സ്നേഹം അതിൻ്റെ ഏറ്റവും ശക്തിയോടുകൂടെ ഈ ജനത്തിന്റെ അകത്ത് തുറന്നു വരാൻ കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഈ ജനത്തെ സഹായിച്ചാൽ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും കണ്ണു തുറന്നേ. ഇതൊരു ഭയങ്കര വിഷയമാണ്. പിതാവിന്റെ സ്നേഹം ശരിയായ രീതിയിൽ അറിയാതെ പോകുന്ന മക്കൾ. ഈ ബൈബിളിനകത്ത്, യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് ഒരുപാട് പ്രാവശ്യം അവതരിപ്പിച്ച കാര്യമാണ്. ഞാൻ എന്നെ വെളിപ്പെടുത്താനല്ല, ഞാൻ എൻ്റെ പിതാവിനെ വെളിപ്പെടുത്താൻ വന്നതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
എന്നെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ഒരാളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ പിതാവിനെയാണ്. പലരും യേശു ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? യേശു തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. തനിക്കൊരു ദൈവമുണ്ട്, തനിക്കൊരു പിതാവുണ്ട്, തനിക്കൊരു സ്നേഹനിധിയായ പിതാവുണ്ടെന്നായിരുന്നു തൻ്റെ ശുശ്രൂഷയിൽ ആകമാനം താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ ആകമാനം പരിശ്രമവും പിതാവായ ദൈവത്തെ അതിന്റെ സ്നേഹത്തോടുകൂടി റിവീൽ ചെയ്യാന്നുള്ളതായിരുന്നു. ശിഷ്യന്മാരുടെ മുമ്പിൽ, പലരുടെ മുമ്പിൽ യേശു അത് വെളിപ്പെടുത്തുമ്പോൾ അവർക്കത് മനസ്സിലാകാതെ പോയി. പുതിയ നിയമസഭ ഏറ്റവും തിരിച്ചറിയേണ്ടത് പിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയണം. തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗമുള്ളൂ, ഒരേ ഒരു വാതിലേ ഉള്ളൂ, അത് യേശു എന്ന വാതിലാണ്. ഞാൻ ഈ വിഷയത്തിനകത്തേക്ക് വരികയാണ്. ബൈബിളിനകത്ത് ഒരുപാട് വാതിലുകൾ, രക്ഷയുടെ വാതിലുകൾ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ ഓരോ പുസ്തകത്തിനകത്തും ഓരോ വാതില് നമുക്ക് കാണാൻ പറ്റും. ചില പുസ്തകത്തിനകത്തൊക്കെ 2 വാതിലുണ്ട്. യേശു എന്ന രക്ഷകന് നിഴലാകുന്ന 2 വാതിലുകൾ കാണിക്കുന്നു. ഏദനിൽ അടയപ്പെട്ട ഒരു വാതിൽ അടഞ്ഞതുപോലെ ഒന്ന് തുറക്കുകയും ഒന്ന് അടയുകയും ചെയ്തൊരു വാതിൽ ഏദനിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയും. അത് നോഹയുടെ കാലഘട്ടത്തിലാണ്. നോഹയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടേണ്ട കാര്യം, നോഹയുടെ കാലഘട്ടം പോലെ ഈ കാലഘട്ടവും ആകുന്നു എന്നുള്ളതാണ്. നോഹയുടെ കാലഘട്ടത്തിൽ വലിയൊരു ജലപ്രളയമുണ്ടായി. എത്ര പേരെന്നെ കേൾക്കുന്നു? ഞാൻ വേഗത്തിൽ നിർത്താം. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ജലപ്രളയം ഉണ്ടായി. ആ ജലപ്രളയം ഒരു ദേശത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഭൂമിയെ മുഴുവൻ വെള്ളത്തിനകത്താക്കി. ആ നോഹയുടെ കാലഘട്ടത്തിനകത്ത് നോഹ തന്നെ പറയുന്നൊരു ദൂതുണ്ട്. ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. അത് ആരാ? പെട്ടകമാണ്. എന്താണ്? ഞാനിവിടെ നോഹയുടെ വാതിലിന് ഒരു വാതിലും, നോഹയുടെ പെട്ടകത്തിന് ഒരു വാതിലും ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. എത്ര പേർക്കറിയാം? അത് സൈഡിലല്ല, ഒരു വശത്തായിട്ടാണെന്ന് ബൈബിള് പറയും. പക്ഷെ ഞാനിവിടെ ഇന്ന് പകൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പെട്ടകം തന്നെയാണ് വാതിൽ. ആമേൻ. കാര്യം പെട്ടകം യേശു കർത്താവിന് നിഴലാണ്. ആമേൻ. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു പെട്ടകം മുൻപേ ദൈവം കരുതി വെച്ചിരുന്നു. ഞാൻ ഒരു ന്യായവിധിയുടെ ദൂതുമായിട്ടും അല്ല വരുന്നത്, പക്ഷേ പെട്ടകത്തിനകത്ത് ഒരു രക്ഷയുണ്ട്. ഹല്ലേലൂയ. പെട്ടകത്തിനകത്തെ രക്ഷ അതിനകത്ത് കയറുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആമേൻ. ഇന്ന് പകല് ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് കയറിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ച് അതിനകത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് കയറിയവർക്കായി സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് പത്രോസിന്റെ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ആ പെട്ടകത്തിൽ അവർക്ക് കയറുന്നവർക്കായി സ്തോത്രം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. വലിയൊരു ജലപ്രളയത്തെ നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം ന്യായവിധിയായി അയക്കുകയും അതിന് മുന്നോടിയായി ദൈവം ഒരു പെട്ടകം അവർക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തു. ഇത് ക്രിസ്തു എന്ന രക്ഷകന് നിഴല, രക്ഷയുടെ ഒരു വാതിലായിരുന്നു നോഹയിലൂടെ ദൈവം പണിതെടുത്ത പെട്ടകം.
ദീർഘദിവസങ്ങൾ നോഹ പ്രസംഗിച്ചിട്ട് ആരും അതിനകത്ത് കയറിയില്ല. ദീർഘദിവസങ്ങൾ നോഹയുടെ പ്രസംഗം അവിടെ കേട്ടിട്ട് ആർക്കും അത് വിശ്വാസയോഗ്യമായില്ല. പ്രസംഗം വ്യർത്ഥമായെന്ന് നോഹയ്ക്ക് തോന്നുമാറ് തന്റെ മനസ്സ് ക്ഷീണിച്ചെങ്കിലും ദൈവം ചെയ്യാനുള്ള കാര്യം ചെയ്തു. ഹല്ലേലൂയ. ആരും കേറിയില്ലെന്ന് പറഞ്ഞ് ആഴിയുടെ ഉള്ളറകൾ തുറക്കാതിരുന്നില്ല, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാതിരുന്നില്ല. പ്രവാചകന്റെ വാക്ക് അതുപോലെ തന്നെ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു മുന്നറിയിപ്പാണ്. രക്ഷയുടെ വാതിൽ യേശുവാണ്. ആ വാതില്, ആ ശബ്ദം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഒരു ന്യായവിധി മുമ്പിലുണ്ട് എന്നുള്ളത്. ആമേൻ. ന്യായവിധി കേട്ടിട്ടല്ല സത്യത്തിൽ വരേണ്ടത്. യേശു എന്ന ആ പെട്ടകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സ്നേഹത്തെ, യേശു എന്ന രക്ഷകനിലൂടെയുള്ള സ്നേഹത്തെ ആയിരിക്കണം നമ്മൾ ഏറ്റവും പ്രധാനമായി കൊണ്ടുവരേണ്ടത്. പുറപ്പാട് പുസ്തകത്തിനകത്ത് ഒരു വാതിലുണ്ട്. ആ വാതില് രക്തം കൊണ്ട് തളിക്കപ്പെട്ട വാതിലാണ്. സത്യത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ഇറങ്ങാൻ ദൈവം കൊടുത്ത വാതിലായിരുന്നു ആ വാതിൽ. സത്യത്തിൽ നമ്മൾ അവിടെ കാണുമ്പോൾ ഈ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ ആ വാതിലിനകത്തൂടെ ആരും കയറി ഇറങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഈ നിഴലുകളെല്ലാം കാണിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ചെങ്കടലിലൂടെ ഇവര് കയറി ഇറങ്ങിപ്പോയത് സ്നാനത്തിന് മുങ്കുറിയ. പക്ഷെ മുങ്ങിയതാരാ? മുങ്ങിയത് മിസ്രൈമ്യരും ഫറവോനുമാണ്. പുതിയ നിയമത്തിൽ മുങ്ങുന്നവരാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. പക്ഷെ സ്നാനത്തിന് മുങ്കുറിയായിട്ട് വെച്ചേക്കുന്ന അതാണ് എന്ന് പറയുന്നത് പോലെ ഈ പഴയ നിയമത്തിലെ ഉപമകൾക്കകത്ത് ഈ വാതിലിനകത്തൂടെ കയറി ഇറങ്ങിയതൊന്നും അവിടെ കാണിക്കുന്ന വാതിൽ ഒരു സുരക്ഷയുടെ വാതിലാണ്. ആമേൻ. മിസ്രൈമിൽ വലിയ ഒരു കരച്ചില് നടക്കുന്ന സമയം സംഹാരദൂതൻ മിസ്രൈമിനകത്തൂടെ രാത്രിയിൽ ഊരിപ്പിടിച്ച വാളുമായി എല്ലാ വീട്ടിലും മരണദൂതനായി കയറുമ്പോൾ ഇസ്രായേൽ ജനത്തിലെ മൂപ്പന്മാരോട് മോശ മുഖാന്തരമായി ഒരു അറിയിപ്പ് കൊടുത്തു. ആ അറിയിപ്പ് ഇതാണ്: ഇസ്രായേൽ ജനത്തിന്റെ സർവ്വ വീടിന് മുമ്പിലും രക്ത അടയാളമുള്ള വാതിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ കട്ടള വാതിലിന്റെ കട്ടള പടിമേൽ എന്തുണ്ടായിരിക്കണം? രക്തത്തിന്റെ അടയാളം ഉണ്ടായിരിക്കണം. രക്ത അടയാളം ഉണ്ടെങ്കിൽ അവർക്ക് രക്തമണവാളൻ, അവരുടെ ആ സംഹാരദൂതൻ അവരുടെ വീട്ടിൽ കയറത്തില്ല. അന്ന് റാമയിൽ വലിയൊരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദം ആ വലിയ വലിയ കരച്ചിലിന് നിലവിളിയാകുമ്പോൾ, വലിയ നിലവിളിക്ക് കാരണമാകുമ്പോൾ ഇസ്രായേൽ എന്ന ജനത്തിനകത്ത് ഒരു പുറപ്പാടിന്റെ ദിവസമായിരുന്നു. ഒരേ ദിവസം അടയ്ക്കപ്പെട്ട സുരക്ഷിതമായ ഒരു വാതിലായി അത് തീരുകയും അതിലൂടെ അവർ പുറത്തിറങ്ങിയപ്പോൾ മിസ്രൈം എന്ന ആ അടിമത്ത അവരിൽ നിന്ന് പൊട്ടുകയും ചെയ്തു. ഹല്ലേലൂയ. ഇത് യേശുക്രിസ്തുവിന്റെ പെസഹ, യേശുക്രിസ്തുവിന്റെ യാഗമാകുന്ന പെസഹയോട് ബന്ധപ്പെടുന്ന ഒരു വാതിലാണ്. ഡെലിവറൻസിന്റെ വാതിൽ. രണ്ട് വാതിലുകളെ ഞാൻ ഇന്ന് പകരം മുമ്പോട്ട് വെക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന്, പിതാവിലേക്കുള്ള വാതില് ക്രിസ്തുവായിരുന്നെങ്കിൽ, രണ്ട്, ഡെലിവറൻസിന്റെ വാതില് ക്രിസ്തുവാണ്. യേശു ക്രിസ്തു യഥാർത്ഥ ഡെലിവറൻസ് ആണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ഓരോരുത്തർക്കും ഓരോ ബുക്ക് ഞാൻ തരുന്നുണ്ട്. ആ ബുക്കിനകത്ത് പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടി, നിങ്ങളിൽ നിന്ന് യേശുവിന് എന്തോ കിട്ടി.
എന്ത് കൈമാറ്റമാണ് മാറിയത്? യേശുവിന്റെ ക്രൂശ് മുഖാന്തരം. നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾക്ക് പലർക്കും കാര്യങ്ങളറിയാം, പക്ഷെ അതിന്റെ പിന്നിലുള്ള ഡെലിവറൻസ് തരണം. നിന്റെ നിന്ന അവൻ എടുത്തിട്ടാണ് അവന്റെ സമ്പത്ത് നിനക്ക് തന്നത്. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തു എന്ന വാതിലിനകത്തൂടെ കയറുന്നവർ, ക്രിസ്തുവിനകത്ത് ഒരു കൈമാറ്റം നിങ്ങളുടെ മേൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും. ഹല്ലേലൂയ. ഒറ്റ ഭാഗം പറഞ്ഞു നിർത്താം. എല്ലാ നിന്ദയും നിങ്ങൾ ക്രിസ്തുവിന് കൈമാറുക, ക്രിസ്തുവിന്റെ സകല സൗന്ദര്യത്തെയും നിങ്ങളിലേക്ക് സ്വീകരിക്കുക. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തിറങ്ങുന്നത് ഡെലിവറൻസിന്റെ വാതിലൂടെയാണ്. ആ കട്ടള മേൽ തളിക്കപ്പെട്ട രക്തം കുഞ്ഞാടിന്റെ രക്തമാണ്. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വിശ്വസിക്കപ്പെടുന്ന എല്ലാവർക്കും ഡെലിവറൻസുകളുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. യോഹന്നാൻ, എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താം. യോഹന്നാന്റെ സുവിശേഷം യേശു എന്ന ആ വാതിലിനെ പറയുന്നതിന്റെ തൊട്ട് ചേർത്ത് പറയുന്ന ആശയമാണ്, ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. യോഹന്നാന്റെ വെളിപ്പാടിനകത്ത്, അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ കരഞ്ഞു നിൽക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന കാഴ്ച യേശു കർത്താവ് അറുക്കപ്പെട്ടവനായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിൽക്കുകയാണ്. അതെ, യേശു അറുക്കപ്പെട്ട കുഞ്ഞാടാകുമ്പം അവൻ നിങ്ങൾക്ക് സകല ഡെലിവറൻസും ആകുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് ദൈവത്തിൽ അടച്ചു വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്തൊക്കെ കൈമാറ്റങ്ങളാണ് ക്രിസ്തുവിലൂടെ എനിക്ക് കൈമാറിയിട്ടുള്ളത്? എന്തൊക്കെ കൈമാറ്റങ്ങളാണ്? എന്തൊക്കെ കൈമാറ്റങ്ങളാണ്? ക്രിസ്തു എന്ന വാതിലിനകത്തൂടെ ഞാൻ അപ്പുറം കയറി ഇറങ്ങുമ്പോൾ എൻ്റെ അകത്ത് വന്നു ഭവിക്കേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണോ അതൊക്കെ എന്നിൽ സംഭവിക്കേണ്ടതിനായി എൻ്റെ ദാരിദ്ര്യത്തെ അവനെടുത്തു, അവൻ്റെ സമ്പന്നത എനിക്ക് തന്നു. എൻ്റെ വിരൂപത അവനെടുത്തു, അവൻ്റെ സൗന്ദര്യത്തെ നമുക്ക് തന്നു. എൻ്റെ പാപത്തെ അവൻ്റെ മേലെടുത്തു, അവൻ്റെ ജീവനെ നമ്മുടെ മേൽ തന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകും. നിങ്ങളുടെ വീടിനൊരു വാതിലുണ്ട്, ഈ ഹോളിനൊരു വാതിലുണ്ട്, എവിടെയൊരു വാതിലുണ്ട്. ഈ വാതിലെല്ലാം ഒരു സൈനാണ്, യഥാർത്ഥമായ ക്രിസ്തു എന്ന വാതിലിന്റെ സൈൻ. ആ വാതിലിലേക്ക് പ്രവേശിപ്പാൻ, ആ വാതിലൂടെ അകത്ത് കിടക്കുന്നവരെ കുറിച്ച് ഇവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ രക്ഷപ്പെടും. കാരണം വാതിലൂടെ കയറിയപ്പോൾ യഥാർത്ഥത്തിൽ ആ വാതിലാകുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നു. ദൈവപുത്രന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു. യഥാർത്ഥ രക്ഷകൻ നിങ്ങളുടെ അകത്ത് വന്നു. യഥാർത്ഥ ജീവൻ നിങ്ങളുടെ അകത്ത് വന്നു. ഹല്ലേലൂയ. യഥാർത്ഥ സുരക്ഷിതത്വവും യഥാർത്ഥ വിശാലതയും നിങ്ങളുടെ അകത്ത് അനുഭവിക്കുന്ന ആ വാതിൽ നിങ്ങളുടെ അകത്ത് തുറക്കുക. നല്ല പിതാവേ, ഞങ്ങൾ ഈ വചനത്താൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പ്രതി ക്രിസ്തു എന്ന വാതിലൂടെ പിതാവിന്റെ സ്നേഹത്തെയും ക്രിസ്തു എന്ന വാതിലൂടെ യഥാർത്ഥ ഡെലിവറൻസിനെയും സ്വീകരിപ്പാൻ ജനത്തെ അങ്ങ് സഹായിക്കുമാറാകണമേ. ക്രിസ്തു യേശുവിലൂടെ കൈമാറിയ സകല വിടുതലുകളും ഈ ജനം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധാത്മാവേ അങ്ങ് ഇവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡ്രൈനെസ്സിനെയും ആത്മാവ് മാറ്റണമേ. ഞങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാ പരിമിതികളെയും അങ്ങ് മാറ്റണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ
ദൈവീയ അനുഭവങ്ങളോട് ചേർന്ന് വെക്കാൻ കഴിയാത്ത ഏതൊരു ചിന്തയും ഏതൊരവസ്ഥയും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റണമേ. യഥാർത്ഥമായി ദൈവസ്നേഹത്തെയും യഥാർത്ഥ ഡെലിവറൻസിനെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന നല്ല നിമിഷത്തിനായിഷ്ടം.